മോഡ്യൂൾ 2 ലെസൺ 5 നോമ്പ് ആർക്കൊക്കെ എടുക്കാം എടുക്കാതിരിക്കാൻ നിർബന്ധമായി നോമ്പ് എടുക്കാൻ പാടില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാഫിക് ലൈറ്റ് റിസ്ക് മോഡലാണിത്. അപ്പം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ആർക്കൊക്കെ നോമ്പെടുക്കാമെന്നതിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ട്രാഫിക് ലൈറ്റിലെ സൈൻ കാണാറുണ്ടല്ലോ, ഗ്രീൻ സൈൻ വെച്ചാൽ നമ്മൾ വണ്ടി മുന്നോട്ട് പോകാൻ ഓർഡർ ചെയ്യും. അപ്പോൾ ഈ ലോ റിസ്ക് ഉള്ള ആൾക്കാർ അവർക്കാണ് ഗ്രീൻ സൈൻ. അവർക്ക് സേഫായിട്ട് ഈ റമദാൻ മാസത്തിലൊക്കെ നോമ്പെടുക്കാം. ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്യപ്പെട്ട ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർ, പിന്നെ പല അസുഖങ്ങളും വളരെ മൈൽഡാണ്, സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. ഈ അടുത്ത കാലത്തൊന്നും ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിന് ഗ്രീൻ സിഗ്നൽ ഉണ്ടെങ്കിലും അവർക്ക് നോമ്പെടുക്കാത്ത മറ്റൊരു സമയങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് ജലാംശം നിലനിർത്തണം. അവർ കഴിക്കുന്ന മെഡിക്കേഷൻസ് ആ ടൈം നോമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡ്യൂറേഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോമ്പ് കഴിക്കേണ്ടതുണ്ട്. അടുത്തത് യെല്ലോ സിഗ്നലാണ്, മഞ്ഞ കളർ. അവർക്ക് മോഡറേറ്റ് ഒരു റിസ്ക് ഉള്ള ആൾക്കാരാണ്. മറ്റവർക്ക് വളരെ കുറഞ്ഞ റിസ്ക്കേ ഉള്ളൂ. ഇത് മോഡറേറ്റ് ആണ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് നോമ്പെടുക്കാം, ചിലപ്പോൾ നോമ്പെടുക്കാതിരിക്കാം. അത് ഏത് തരം രോഗികളാണ്? അവർ കുറച്ച് മുന്നറിയിപ്പോട് കൂടി നോമ്പെടുക്കണം. പ്രമേഹം കൺട്രോൾ ചെയ്യപ്പെട്ട പ്രമേഹമുള്ളവർ, ഹൃദ്രോഗങ്ങളുണ്ട് പക്ഷെ അത് സ്റ്റേബിളായിട്ട് പോവുകയാണ്. പിന്നെ കിഡ്നി രോഗമുണ്ട് പക്ഷെ ചെറിയൊരു രീതിയിലൊക്കെ ഉള്ളൂ, അധികമൊന്നുമില്ല. പക്ഷേ ഇത്തരം ആൾക്കാർക്ക് നോമ്പെടുക്കുമ്പം ഒരു ഡോക്ടറുടെ സൂപ്പർവിഷൻ, ഒരു നോട്ടം ആവശ്യമാണ്. റെഗുലറായിട്ട് ഇവർക്ക് എങ്ങനെയാണ് അസുഖം മൂർജിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മോണിറ്ററിങ് വേണം. ഇത്തരം ആൾക്കാർ നോമ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് എപ്പോഴാണ് നോമ്പ് ബ്രേക്ക് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ളൊരു ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം, ഒരു നിർദ്ദേശം കൊടുത്തിരിക്കണം. അടുത്തത് ചുവന്ന സിഗ്നലാണ്. ഇത് ഉയർന്ന അപകട സാധ്യതയുള്ള ആൾക്കാരാണ്. അവർക്ക് നോമ്പ് എടുക്കാൻ അപകടമാണ്, അവർ നോമ്പ് ഒഴിവാക്കണം. നിയന്ത്രണമില്ലാത്ത പ്രമേഹമുള്ള ആൾക്കാർ, ഗുരുതരമായിട്ടുള്ള വൃക്കരോഗമുള്ളവർ, ഹൃദയത്തിന് ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, ചികിത്സയിലുള്ള ക്യാൻസർ രോഗികൾ. ചുരുക്കി പറഞ്ഞാൽ ഈ ചുവപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈമാൻ്റെ കുറവല്ല, അതിന് അപകടം കൂടുതലാണ് എന്നാണ് അർത്ഥം. ഈ ചുവപ്പ് സിഗ്നലിലുള്ള ആൾക്കാർ നോമ്പെടുത്താൽ എന്താ പ്രശ്നം? അവർക്ക് ചിലപ്പം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടാം. ഓർഗൻ ഫെയിലിയർ, അവർ ശരീരത്തിൽ മതിയായ ഈ ജലാംശവും പോഷകങ്ങളും എത്താത്തതിൻ്റെ പേരിൽ ആന്തരിക അവയവങ്ങൾക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാം. ചിലപ്പം കിഡ്നി രോഗമൊക്കെ ഉള്ളവരാണ് കിഡ്നി കൂടുതൽ അപകടാവസ്ഥയിലേക്ക് പോവാം. പിന്നെ ജീവിതത്തിൽ ഒരുപാട് അപകടമായ സാധ്യതകളിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്.